ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC എന്ന മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സിവിൽ സർവീസ് എക്സാമിനേഷനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആരാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്, എത്ര സ്റ്റേജസ് ആണ് എക്സാമിനേഷൻ ഉള്ളത്, സിലബസിന്റെ ഒരു ഓവർവ്യൂ, അതുപോലെ തന്നെ എന്താണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫോർ ദ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. കണ്ടക്ടിംഗ് ബോഡി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. UPSC എന്താണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. UPSC ആണ് എന്ത് ചെയ്യുന്നത്, സിവിൽ സർവീസ് എക്സാമിനേഷൻ എല്ലാ വർഷവും കണ്ടക്ട് ചെയ്യുന്നത്. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.upsc.gov.in ആണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്താണ് സിലബസ്, പിന്നെന്താണ് എക്സാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ആൻസർ കീ എല്ലാം എന്താണ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഇതെല്ലാം ഡൗൺലോഡ് ചെയ്യാം. പിന്നെ എക്സാം എല്ലാ വർഷവും ഒരു തവണയാണ് നടത്തപ്പെടുന്നത്. അതായത് വർഷത്തിൽ ഒരു തവണയാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ നടത്തപ്പെടുന്നത്. കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. ഇനി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.upsc.gov.in ആണ്. പിന്നെന്താണ്, എല്ലാ വർഷത്തിലും ഒരു തവണയാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഇനി എക്സാമിന്റെ സ്റ്റേജസ് നോക്കാം. 3 സ്റ്റേജസ് ആണ് സിവിൽ സർവീസ് എക്സാമിനേഷന് ഉള്ളത്. അതിൽ ആദ്യത്തെ സ്റ്റേജ് ആണ്, ഒന്നാമത്തെ സ്റ്റേജ് ആണ് എന്ത്, പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയുന്നത്. പ്രിലിമിനറി എക്സാമിനേഷൻ എന്താണ്, ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. അതായത് 2 പേപ്പർ ആണുള്ളത് നമുക്ക് ഈ ഒരു എക്സാമില്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 ആൻഡ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2. ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 എന്താണ്, അതില് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതുപോലെ 200 മാർക്കിലാണ് വരുന്നത്. ഇനി ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 എന്ന് പറയുന്നത് CSAT ആണ്. അതിൽ 80 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 200 മാർക്കിലാണ്. CSAT എന്ന് പറയുമ്പോൾ സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇതൊരു എന്താണ് ക്വാളിഫയിങ് നേച്ചറിലുള്ള പേപ്പർ ആണ്. അതായത് 200ൽ 66 മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ CSATന് ക്വാളിഫൈ ആവും. പക്ഷെ എന്താണ് 266 മാർക്ക് വാങ്ങാന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്താണ് നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്താൽ അത് പറ്റും. അതായത് CSATന് അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, CSAT നമുക്ക് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. CSATന്റെ റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർ എന്ത് ചെയ്താൽ മതി, എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. വളരെ അഫോർഡബിൾ ആയിട്ട് റേറ്റിലാണ് നമ്മൾ CSATന്റെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ആയിട്ട് എന്ത് ചെയ്താൽ മതി, എനിക്ക് പേഴ്സണൽ ആയിട്ട് ഒരു മെസ്സേജ് ചെയ്താൽ മതിയാവും. ഇനി അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മാർക്ക്, പ്രിലിമിനറി എക്സാമിനേഷന്റെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 400ലാണ്. കൂടാതെ എന്തുണ്ട്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അതായത് ഓരോ റോങ് ആൻസറിനും 1/3 എന്താണ് നെഗറ്റീവ് മാർക്കിങ്ങും വരുന്നുണ്ട്. പിന്നെ എക്സാമിന്റെ ഡ്യൂറേഷൻ വരുന്നത് 2 മണിക്കൂർ വീതമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റേജ് 1 അതായത് പ്രിലിമിനറി എക്സാമിനേഷനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. പ്രിലിമിനറി എക്സാമിനേഷൻ എന്താണ്, ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. ഇതിൽ 2 പേപ്പേഴ്സ് ആണ് വരുന്നത്, ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 ആൻഡ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2. ജനറൽ സ്റ്റഡീസ് പേപ്പർ 1ൽ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 200 മാർക്കിലായിരിക്കും എക്സാം നടത്തപ്പെടുന്നത്. ഇനി ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 അതായത് CSAT സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അത് 80 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 200 മാർക്കിൽ തന്നെ ആയിരിക്കും എക്സാം വരുന്നത്. കൂടാതെ ഇതെന്താണ് ഒരു ക്വാളിഫയിങ് നേച്ചറിലുള്ള എക്സാം ആണ് നമ്മുടെ പേപ്പർ 2. പിന്നെന്താണ് നെഗറ്റീവ് മാർക്കിംഗ് കൊണ്ട് 2 മണിക്കൂർ വീതമാണ് എക്സാം വരുന്നത്. നമ്മുടെ എന്താണ് മെറിറ്റ് കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് എന്താണ് പ്രിലിംസിന്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യില്ല കേട്ടോ. ഇനി രണ്ടാമത്തെ സ്റ്റേജ് ആണ് മെയിൻസ് എക്സാമിനേഷൻ. ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ല, അതിൽ ഓപ്ഷൻ കൊടുത്തിട്ട് അതിൽ നിന്നൊന്നല്ല നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ എന്തുണ്ട്, എസ് എഴുതാനായിട്ടുണ്ട്, അതുപോലെ തന്നെ ആൻസേഴ്സ് ആണെങ്കിലും നമുക്ക് എഴുതാനായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇത് 9 പേപ്പർ ആണ്. ടോട്ടൽ മെയിൻസിൽ നമുക്ക് 9 പേപ്പർ ആണ് വരുന്നത്. ടോട്ടൽ മാർക്ക് വരുന്നത് ബ്രിട്ടന്റെ ടോട്ടൽ മാർക്ക് വരുന്നത് 1750 ആണ്. ഇവിടെ 2 ക്വാളിഫയിങ് പേപ്പേഴ്സ് ഉണ്ട്, പേപ്പർ A ആൻഡ് പേപ്പർ B. പേപ്പർ A എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യൻ ലാംഗ്വേജ് ആണ്. നമുക്ക് സെലക്ട് ചെയ്യാം, മലയാളം വേണോ, ഹിന്ദി വേണോ, ഇംഗ്ലീഷ് വേണോ, ഇംഗ്ലീഷ് അല്ല ഹിന്ദി വേണോ, തമിഴ് വേണോ, ഏത് വേണമെന്ന് എന്ത് ചെയ്യാം നമുക്കിവിടെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതെന്താണ് 300 മാർക്കിലാണ്, ക്വാളിഫയിങ് നേച്ചറിലുള്ള എക്സാം ആണ്. പിന്നെ അടുത്തതാണ് പേപ്പർ B, അത് ഇംഗ്ലീഷ് ആണ്, അതും 300 മാർക്കിലാണ്, ക്വാളിഫയിങ് നേച്ചറിലുള്ള എക്സാം ആണ്. ഇതിൽ എന്ത് ചെയ്താൽ മതി, നമുക്ക് ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി. അതായത് ആ ഒരു മെറിറ്റ് കമ്പ്യൂട്ടേഷന് ഈ ഒരു മാർക്കും എന്ത് ചെയ്യത്തില്ല, കാൽക്കുലേറ്റ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പം 2 ക്വാളിഫയിങ് പേപ്പേഴ്സ് ഉണ്ട്, പേപ്പർ A ആൻഡ് പേപ്പർ B. 300 മാർക്ക് വീതമാണ് വരുന്നത്, ഈ കാര്യം ഓർത്ത് വെക്കുക. ഇനി അടുത്തതാണ് പേപ്പേഴ്സ് കൗണ്ടഡ് ഫോർ മെറിറ്റ്. അവിടെ 7 പേപ്പർ ആണ് വരുന്നത്. ഒന്നാമത്തെ പേപ്പർ എസ് എ.
ഓക്കെ, ഒരു എസ് എ പേപ്പർ ഉണ്ട്, 250 മാർക്കിലാണ് വരുന്നത്. പിന്നെ ജി എസ് പേപ്പർ 1, ജി എസ് പേപ്പർ 2, ജി എസ് പേപ്പർ 3 ആൻഡ് ജി എസ് പേപ്പർ 4 ഇതിനെല്ലാം എന്താണ് 250 മാർക്ക് വീതം, അങ്ങനെ 1000. ജി എസ് പേപ്പർ 1 to 4 എത്രയാണ് 1000 മാർക്കാണ് ടോട്ടൽ വരുന്നത്, അതായത് 250 മാർക്ക് വീതം. ഇനി അടുത്തതാണ് ഓപ്ഷണൽ പേപ്പർ. ഇവിടെ എന്തുണ്ട്, ഓപ്ഷണൽ പേപ്പർ 1 ആൻഡ് ഓപ്ഷണൽ പേപ്പർ 2 അങ്ങനെ 2 പേപ്പേഴ്സ് ഉണ്ട്. ടോട്ടൽ എന്താണ് 500 മാർക്കിലാണ് ഓപ്ഷണലിന്റെ. ഓക്കെ, ഓപ്ഷണലിന്റെ ടോട്ടൽ മാർക്ക് വരുന്നത് 500 ആണ്. ഓക്കെ, നമുക്ക് ഓപ്ഷണൽ സബ്ജക്ട്സ് എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് നമുക്ക് ഏതാന്ന് വെച്ചാൽ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ മെയിൻസ് എക്സാമിനേഷനെ കുറിച്ച്. മെയിൻസ് എക്സാമിനേഷൻ എന്താണ്, ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. 9 പേപ്പേഴ്സ് ആണ് വരുന്നത്. ടോട്ടൽ മാർക്ക് 1750 2 ക്വാളിഫയിങ് പേപ്പർ ഉണ്ട്, പേപ്പർ എ ആൻഡ് പേപ്പർ ബി. പേപ്പർ എ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ലാംഗ്വേജ് ആണ്, നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പേപ്പർ ബി എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ആണ്. പിന്നെ അടുത്തതാണ് പേപ്പേഴ്സ് കൗണ്ടഡ് ഫോർ മെറിറ്റ്. അതിൽ ഒരു എസ് എ പേപ്പർ ഉണ്ട്, ജി എസ് പേപ്പർ 1, ജി എസ് പേപ്പർ 2, ജി എസ് പേപ്പർ 3 ആൻഡ് ജി എസ് പേപ്പർ 4 ഉണ്ട്. കൂടാതെ എന്തുണ്ട്, 2 ഓപ്ഷണൽ പേപ്പേഴ്സ് ഉണ്ട്, ഓപ്ഷണൽ പേപ്പർ 1 ആൻഡ് ഓപ്ഷണൽ പേപ്പർ 2. ഇനി മൂന്നാമത്തെ സ്റ്റേജ് നോക്കാം, അതാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇത് എത്ര മാർക്കിലാണ്, 275 മാർക്കിലാണ്. മെയിൻസ് ക്വാളിഫൈ ആയവർക്കാണ് എന്ത് പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉള്ളത്. ഫൈനൽ മെറിറ്റ് എത്രയിലാണെന്ന് നമുക്ക് നോക്കാം. 2025 അതായത് എന്താണ് മെയിൻസിന്റെയും ഇന്റർവ്യൂവിന്റെയും മാർക്ക് കൂട്ടുമ്പോൾ മെയിൻസിന് എത്രയാണ് 1750 പ്ലസ് ഇന്റർവ്യൂവിന്റെ 275 കൂടെ ആഡ് ചെയ്തിട്ട് 2025 ടോട്ടൽ മാർക്ക് വരുന്നത്. അപ്പൊ 3 സ്റ്റേജസ് ആണുള്ളത്, പ്രിലിമിനറി എക്സാമിനേഷൻ, മെയിൻസ് എക്സാമിനേഷൻ ആൻഡ് ഇന്റർവ്യൂ. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. ഏജ് ലിമിറ്റ്, അതായത് ഏജ് ലിമിറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റ് ആണ്, അതായത് അൺറിസർവ്ഡ് കാറ്റഗറി എന്നുള്ള ആളാണ് നിങ്ങളെങ്കിൽ 21 to 32 വയസ്സ് വരെ എന്ത് ചെയ്യാൻ സാധിക്കും, എക്സാം എഴുതാനായിട്ട് സാധിക്കും. പിന്നെ ഒ ബി സി കാറ്റഗറി കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ 21 to 35 വയസ്സ് വരെ എക്സാം എഴുതാനായിട്ട് സാധിക്കും. എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് എന്തുണ്ട് 21 to 37 വയസ്സ് വരെ എക്സാം എഴുതാനായിട്ട് സാധിക്കും. പിന്നെ പേഴ്സൺസ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി, ഈ ഒരു കാറ്റഗറി വരുന്ന കാൻഡിഡേറ്റ്സിനും എന്തുണ്ട് ഏജ് റിലാക്സേഷൻ, ആസ് പെർ കാറ്റഗറി അവർക്കും എന്തുണ്ട് ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി ഏജ് ലിമിറ്റ് നോക്കാം. ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റ് ആണെങ്കിൽ 21 to 32 വയസ്സ് വരെ, ഒ ബി സി കാറ്റഗറി കാൻഡിഡേറ്റ് ആണെങ്കിൽ 21 to 35 വയസ്സ് വരെ, എസ് സി എസ് ടി കാൻഡിഡേറ്റ് ആണെങ്കിൽ 21 to 37 വയസ്സ് വരെ. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. ഒരു ഗ്രാജുവേറ്റ് ഡിഗ്രി ആണ് എന്ത് ചെയ്യേണ്ടത് വേണ്ടത്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണ്ടത്. അത് ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ്, ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരു ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ആണ്, പാസ്സായിട്ടുള്ള ഒരു ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ആണ് സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അവിടെ ഇത്ര പെർസെന്റേജ് മാർക്ക് വേണം, അങ്ങനെയുള്ള ഒരു എന്താണ് അങ്ങനെയുള്ള ലിമിറ്റോ അല്ലെങ്കിൽ ഇത്ര പെർസെന്റേജ് മാർക്കുകൾ കൂടുതൽ വേണം അങ്ങനെയൊന്നും ഇല്ല. എന്ത് ചെയ്താൽ മതി, ഒരു ഗ്രാജുവേറ്റ് ഡിഗ്രി പാസ് ആയിരിക്കണം, അത്രയും കാര്യമേ ഉള്ളൂ. ഇനി ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണ്, ഇപ്പം ഡിഗ്രി അല്ലെ ഗ്രാജുവേഷൻ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റും, സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ എന്താണ് 21 വയസ്സ് ഉണ്ടായിരിക്കണം. ഇനി നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് നോക്കാം. ഓരോ കാറ്റഗറിയുടെയും നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് നോക്കാം. ജനറൽ കാറ്റഗറിക്ക് 6 അറ്റംപ്റ്റ്സ് ആണ് ടോട്ടൽ വരുന്നത്, അതായത് 21 to 32 വയസ്സ് വരെ എക്സാം എഴുതാൻ നമ്മൾ പറഞ്ഞിരുന്നു ഏജ് ലിമിറ്റ് നോക്കിയപ്പോൾ. പക്ഷേ എല്ലാ വർഷവും എക്സാം എഴുതാനായിട്ട് പറ്റുമോ, ഇല്ല. 6 അറ്റംപ്റ്റ്സ് എന്തുള്ളൂ ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റ്സിനുള്ളൂ. ഇനി ഒ ബി സി കാറ്റഗറി കാൻഡിഡേറ്റ്സിനാണെങ്കിൽ അവിടെ എന്താണ് അവർക്ക് ആകെ 9 അറ്റംപ്റ്റ്സേ വരുന്നുള്ളൂ. ഇനി എസ് സി എസ് അല്ലെങ്കിൽ എസ് ടി കാൻഡിഡേറ്റ് ആണ്, കാറ്റഗറി കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ അൺലിമിറ്റഡ് അറ്റംപ്റ്റ്സ് ആണ് വരുന്നത് ടിൽ ഏജ് ലിമിറ്റ്. അതായത് അവരുടെ ഏജ് ലിമിറ്റ് എത്രയാണ് 21 to 37 വയസ്സ് വരെയാണ്. അത്രയും വർഷം എന്ത് ചെയ്യാൻ പറ്റും, എക്സാം എഴുതാനായിട്ട് സാധിക്കും. അൺലിമിറ്റഡ് അറ്റംപ്റ്റ്സ് ആണ് വരുന്നത്. ഒന്നുകൂടി നോക്കാം. ജനറൽ കാറ്റഗറിക്ക് 6 അറ്റംപ്റ്റ്സ് ആണ് വരുന്നത്. ഒ ബി സി കാറ്റഗറി കാൻഡിഡേറ്റിനാണെങ്കിൽ 9 അറ്റംപ്റ്റ്സ് ആണ് വരുന്നത്. എസ് സി അല്ലെങ്കിൽ എസ് ടി കാൻഡിഡേറ്റിനാണെങ്കിൽ അൺലിമിറ്റഡ് അറ്റംപ്റ്റ്സ് ആണ് വരുന്നത്. പക്ഷെ എന്താണ് ഏജ് ലിമിറ്റ് വരെയാണ്. ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. ഇനി നമുക്ക് സിലബസിന്റെ ഒരു ഓവർവ്യൂ നോക്കാം. പ്രിലിംസിൽ നമ്മൾ പറഞ്ഞു 2 പേപ്പർ ആണുള്ളത്, പേപ്പർ 1 ആൻഡ് പേപ്പർ 2. പേപ്പർ 1 അതായത് ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 സബ്ജക്ട്സ് ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമി, സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയോൺമെന്റ്, കറണ്ട് അഫയേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രിലിംസിന് വേണ്ടിയിട്ട് ജനറൽ സ്റ്റഡീസ് പേപ്പർ പ്രിലിംസിലെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 വേണ്ടിയിട്ട് പഠിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ പേപ്പർ ആണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 CSAT. CSATൽ നമുക്ക് കോംപ്രിഹെൻഷൻ, റീസണിങ്, ബേസിക് മാത്സ് ഇത്രയും കാര്യങ്ങളാണ് CSATന്റെ ആ ഒരു സിലബസിൽ വരുന്നത്. ഇനി നമുക്ക് മെയിൻസിന്റെ സിലബസ് നോക്കാം. ഇവിടെ 2 ക്വാളിഫയിങ് പേപ്പേഴ്സ് ഉണ്ട്, പിന്നെ എന്തുണ്ട് എസ് എ പേപ്പർ ഉണ്ട്. അതുകൂടാതെ നമുക്ക് ഏതൊക്കെയാണ് GS പേപ്പർ 1, 2, 3, 4 പിന്നെ ഓപ്ഷണലും ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് GS പേപ്പർ 1, 2, 3, 4ന്റെ സിലബസ് നോക്കാം. GS പേപ്പർ 1 ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ, ഹിസ്റ്ററി,
പിന്നെന്താണ് ജോഗ്രഫി. ഇത്രയും സബ്ജക്ട്സും കൂടാതെ എന്തുണ്ട് ഇന്ത്യൻ സൊസൈറ്റി. ഇത്രയും സബ്ജക്ട്സ് ആണ് നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 വരുന്നത്. ഇനി ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഗവേണൻസ്, പൊളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ, സോഷ്യൽ ജസ്റ്റിസ്, ഇന്റർനാഷണൽ റിലേഷൻസ്. ഇത്രയും സബ്ജക്ട്സ് ആണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 വരുന്നത്. ഇനി ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എക്കണോമിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അഗ്രികൾച്ചർ. ഇത്രയും സബ്ജക്ട്സ് കൂടാതെ എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി. ഇത്രയും സബ്ജക്ട്സ് ആണ് നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 ഉള്ളത്. ഇനി ജനറൽ സ്റ്റഡീസ് പേപ്പർ 4 ഇത് മെയിൻസിലെയാണ് EGS പേപ്പേഴ്സ് വരുന്നത്. ഇനി മെയിൻസിലെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 4 ഏതൊക്കെയാണ്? എത്തിക്സ്, ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. ഇതാണ് മെയിൻസിന്റെ സിലബസ് വരുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നോട്ടിഫിക്കേഷന്റെ ആ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷന് കൂടുതൽ അവൈലബിൾ ആണ്. എന്ത് ചെയ്യുക? ഡൗൺലോഡ് ചെയ്ത് വെക്കുക. കൂടാതെ എന്ത് ചെയ്യുക? ഒരു പ്രിന്റ് ഔട്ട് എടുത്തിട്ട് കയ്യിൽ സൂക്ഷിക്കുക. പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? സിലബസ് നോക്കിയിട്ട് പഠിക്കുക. കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും എന്ത് ചെയ്യുക? സിലബസ് നോക്കി അതുമായിട്ട് ലിങ്ക് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് വരുന്നത്. ഇനി നമുക്ക് എക്സാമിന്റെ ഫീസും കൂടെ നോക്കാം. ഓക്കെ, ജനറൽ അല്ലെങ്കിൽ OBC കാറ്റഗറി കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ 100 രൂപയാണ് പ്രിലിംസിന് വരുന്നത്, 200 രൂപയാണ് മെയിൻസിന് ഫീസ് ആയിട്ട് വരുന്നത്. ഇനി SC, ST, ഫീമെയിൽ, പിന്നെന്താണ് പേഴ്സൺസ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി, ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങളെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഫീ പേയ്മെന്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. കാരണം എന്താണ്? നിങ്ങൾ എക്സംപ്റ്റഡ് ആണ്. ഫീ പേയ്മെന്റിൽ നിന്നും എന്ത് ചെയ്യേണ്ട? ഫീസ് ഒന്നും ഇല്ല. ജനറൽ അല്ലെങ്കിൽ OBC കാൻഡിഡേറ്റ് ആയിട്ടുള്ള മെയിൽസിനാണ് എന്ത് 100 രൂപ പ്രിലിംസിനും 200 രൂപ മെയിൻസിനും വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. കംപ്ലീറ്റ് നോട്ട്സ് ആൻഡ് ഗൈഡൻസ് അവൈലബിൾ ആണ് സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള. കൂടാതെ CSATന്റെ ക്ലാസ്സും അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർക്ക് എന്ത് ചെയ്യാം? എന്നെ കോൺടാക്ട് ചെയ്യുക. വളരെ അഫോർഡബിൾ ആയിട്ട് റേറ്റിലാണ് നമ്മളിത് കൊടുക്കുന്നത്. ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ, അതായത് നോട്ട്സും ക്ലാസ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ആയിട്ട് എനിക്ക് പേഴ്സണൽ ആയിട്ട് എന്ത് ചെയ്താൽ മതി? ഒരു മെസ്സേജ് ചെയ്താൽ മതിയാവും. താങ്ക് യു.